നമസ്കാരം. ചേഞ്ച് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മോടൊപ്പം ഇന്ന് വന്നിട്ടുള്ളത് സാമൂഹ്യ പ്രവർത്തനം വിദ്യാഭ്യാസ വിചക്ഷകനുമായ ജോസഫ് സാറാണ്. ജോസഫ് സാറിന് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. താങ്ക് യു. ഒരു രാജ്യത്തിന്റെ വികസനത്തെയോ അല്ലെങ്കിൽ ആ രാജ്യത്തെ നശിപ്പിക്കണമെങ്കിൽ ആ രാജ്യത്തെ ആക്രമിക്കുന്നതിന് നല്ലത് അവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം തകർക്കുന്നതാണ് എന്ന് പറയാറുണ്ട്. അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കേട്ട ഒരു ന്യൂസ് ഉണ്ട്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത്, അതായത് നമ്മുടെ ഡോക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന എക്സാമായ നീറ്റ് മാതിരിയുള്ള ഒരു എക്സാമിന്റെ അകത്ത് അവിടുത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചോർത്തപ്പെടും. ഒരു പ്രസ്സിലെ ജീവനക്കാരനെ ബലിയാടാക്കിക്കൊണ്ട് ആ കേസ് തീർക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ പലപ്പോഴും കേൾക്കുന്നത്. ഇതിനെക്കുറിച്ച് നമ്മളോടൊപ്പം അതിഥിയായിട്ട് വന്നിട്ടുള്ള ജോസഫ് സാറിന്റെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് കേൾക്കാം. സാറിന്റെ അഭിപ്രായത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചേക്കുന്നത്? ഷൈജു പറഞ്ഞ ഒരു വളരെ വാലിഡ് പോയിന്റ് ആണ്. അതാണ്, ഒരു രാജ്യത്തെ നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ നശിപ്പിച്ചാൽ മതി. ഒരുപക്ഷെ ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നത് അത് തന്നെയല്ലേ എന്നുള്ളതാണ് എനിക്കും ചോദിക്കാനുള്ളത്, അല്ലെങ്കിൽ എനിക്ക് പ്രേക്ഷകരോടാണെങ്കിലും ചോദിക്കാനുള്ളത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ റിസർവ് ബാങ്കിന്റെ നോട്ട് അടിക്കുന്ന മാതിരി അത്രയും തന്നെ സെക്യൂരിറ്റി ഉള്ള ഒരു പ്രസിലല്ലേ നമ്മുടെ ഈ നീറ്റ് മാതിരിയുള്ള എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളും അടിക്കുന്നത്? ശരിക്കും നീറ്റ് മാതിരിയുള്ള എക്സാം അതേ സെക്യൂരിറ്റിയിൽ അടിക്കേണ്ട കാര്യമാണ്. കാര്യം എന്താ, നീറ്റ് എക്സാം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒന്നാം നിര മെഡിക്കൽ കോളേജുകളിലേക്ക്, അതായത് എയിംസിലേക്കുള്ള എൻട്രൻസ്, അതുപോലെ ടോപ്പ് ഇന്ത്യൻ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് MBBS വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന എക്സാമാണ്. അപ്പോൾ അവിടേക്ക് വരുന്ന വിദ്യാർത്ഥികളുടെ പ്രിപ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് വളരെ സുരക്ഷയോടെ ചെയ്യേണ്ട കാര്യമാണ്. അത് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് രാജ്യത്തെ നശിപ്പിക്കാനുള്ള പരിപാടിയുടെ ഒരു മാർഗമായിട്ടാണ് നമ്മൾ കരുതേണ്ടത്. ഓക്കെ, ഒരു 2016 വർഷം വരെ, അതിനു മുമ്പ് നമ്മൾ ഓരോ സ്റ്റേറ്റിലും അവരുടേതായ ഒരു മെഡിക്കൽ എക്സാമും അതുപോലെ തന്നെ സെൻട്രലിൻ്റെതായ, കാരണം സെൻട്രൽ ഗവൺമെന്റിന്റെ അധീനതയിലുള്ള എയിംസ് മാതിരിയുള്ള ഹോസ്പിറ്റലുകൾ, മെഡിക്കൽ കോളേജുകളിലേക്ക് സെൻട്രൽ ഗവൺമെന്റിന്റെ എക്സാമുകളും അതുപോലെ തന്നെ സ്റ്റേറ്റിനെ, അതായത് ഇപ്പം കേരളത്തിലാണെങ്കിൽ കീം മാതിരിയുള്ള എക്സാമുകളായിരുന്നു നടന്നിരുന്നത്. അതിന്റെ സുരക്ഷയെ ബാധിക്കുന്നു എന്നുള്ള ഒരു കാരണം പറഞ്ഞാണ് 2016 തൊട്ട് നീറ്റ് എന്ന ഒറ്റ എക്സാം വന്നത്. എനിക്ക് തോന്നുന്ന കീം എക്സാം നടന്നിരുന്നപ്പോൾ ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചോർന്നതായിട്ടോ അങ്ങനത്തെ ഒരു അലിഗേഷൻസും വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നീറ്റിന്റെ ഇപ്പൊ 2024 തന്നെ എക്സാം ചോർന്നു എന്ന്, നീറ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. അതിന്റെ കൗൺസിലിംഗ് വരെ കഴിഞ്ഞുകൊണ്ടാണ് സുപ്രീം കോർട്ട് പോലും ആ എക്സാം ക്യാൻസൽ ചെയ്യാതിരുന്നത്. അക്കൊല്ലം തന്നെ UGCയുടെ എക്സാം ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. എന്നിട്ട് പോലും ഗവൺമെന്റ് ഒരു ശക്തമായ നടപടി എടുത്തില്ല എന്നുള്ളതല്ലേ നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. കറക്റ്റാണ്. അതായത് കേരളത്തിൽ ഓരോ സ്റ്റേറ്റിലും സെപ്പറേറ്റ് എക്സാം ഉണ്ടായിരുന്നു. സെൻട്രൽ ഗവൺമെന്റ് എയിംസിലേക്ക് മാത്രമായിട്ട് നീറ്റ് എക്സാം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഷൈജു പറഞ്ഞ പോലെ തന്നെ അതാണ്, അന്ന് സെൻട്രൽ ഗവൺമെന്റ് നടത്തുന്ന എക്സാമിനെ കുറിച്ച് അന്നും അലിഗേഷൻസ് ഉണ്ടായിരുന്നു, അലിഗേഷൻസ് ഉണ്ടായിരുന്നു. പിന്നെയും അല്ല, ശരിക്കും പറഞ്ഞത് 2017 മുതലാണ് ഈ സെൻട്രലൈസ്ഡ് എല്ലാ സ്റ്റേറ്റിന്റെയും കൂടെ കമ്പൈൻഡ് എല്ലായിടത്തേക്കും വേണ്ടിയുള്ള എൻട്രൻസ് എക്സാമിനേഷൻ നീറ്റ് എക്സാം ആയിട്ട് 2017 വരുന്നു. ഇനിയും ഞാനത് അതിന്റെ ഒരു കണക്ക് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. സെൻട്രൽ ഗവൺമെന്റ് നാഷണൽ ടെസ്റ്റുകൾ വന്നേ പിന്നെ, അതായത് ആദ്യം ഒരു ടെസ്റ്റ് നടത്തി, അതായത് AIPMD എന്ന ആ ടെസ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 2015 അതായത് അതിന്റെ ഫുൾ ഫോം ഇതാണ്, ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ ആൻഡ് പ്രീ ഡെന്റൽ എൻട്രൻസ് ടെസ്റ്റ്. അത് 2015 ലീക്കായി എന്നാണ് കേട്ടത്. അത് ആണ് പിന്നെ എന്ത് ചെയ്യുന്നത്, 2017 മുതൽ നീറ്റ് ആകുന്നത്. ഇനിയും അതുപോലെ തന്നെ SSC ടെസ്റ്റിന്റെ കാര്യം പറയും, അത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ഒരു CGL ടെസ്റ്റ് ഉണ്ട്, അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ 2017 ലീക്കായി. അതേപോലെ തന്നെ ഈ സെൻട്രൽ ഗവൺമെന്റ് നടത്തിയിരുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അവർ നടത്തുന്ന എക്സാമാണ്. ആ എക്സാം 2017 ഇനിയും ചോർന്ന് വരുമ്പം ശരി പറഞ്ഞ പോലെ തന്നെ നീറ്റ് എക്സാം 2017 ഇൻട്രൊഡ്യൂസ് ചെയ്ത അന്നും അലിഗേഷൻ ഉണ്ട്. ഈ എക്സാമിന്റെ ചോദ്യപേപ്പർ ചോർന്നിരുന്നു എന്നുള്ളത്. അതുപോലെ UGC നെറ്റ്, അതായത് UGCയുടെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ നെറ്റ് എക്സാം, എക്സാക്ട്ലി അധ്യാപകരെയും ഇവിടുത്തെ ജൂനിയർ റിസർച്ച് ഫെലോകളെയും കണ്ടെത്തുന്ന, അതായത് PhD ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഗ്രാന്റ് കൊടുക്കുന്ന ആ ടെസ്റ്റുകൾക്ക് വേണ്ടിയുള്ള എക്സാമിനേഷൻ, അതിനും 2024 ലീക്ക് ഉണ്ടായിരുന്നു. 2024 ലീക്ക് ഉണ്ടായി, 25 ലീക്ക് ഉണ്ടായില്ല എന്ന് നമ്മൾ ഇപ്പൊ കരുതുന്നു.
നമുക്കറിയില്ല കറക്റ്റ്. കാരണം ഇപ്പൊ എനിക്ക് തോന്നുന്ന ഈ 2026 ഇപ്പം ഇങ്ങനെ ഒരു അലിഗേഷൻ വരികയും ഒരു അന്വേഷണത്തിലേക്ക് എത്താൻ കാരണം വളരെ വിശാലമായിട്ട് ഇപ്പൊ ഒരു 5-6 പേരുടെ കയ്യിൽ കോടികൾ മേടിച്ച ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്താൽ പബ്ലിക് അറിയുന്നില്ല. ഇപ്പൊ അത് ഒരു സാധാരണക്കാരന്റെ കയ്യിൽ വന്ന് വരെ ആ ക്വസ്റ്റ്യൻ പേപ്പർ എത്തുന്ന ഒരു സാഹചര്യം വന്നുകൊണ്ടല്ല ഇത്തവണ ഇത് ഒരു വലിയ അലിഗേഷൻ ആയി തീർന്നു. കറക്റ്റ്. അതായത് അത് മനസ്സിലാക്കി എന്താന്ന് ചോദിച്ചാല് ഇത്തവണത്തെ അലിഗേഷൻ എന്ന് പറയുന്നത് അവര് എക്സാമിന് മുമ്പ് ഒരു മോഡൽ എക്സാം മാതിരി അവർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു. ഒരു ഏതാണ് എക്സാമിന്റെ പേര്, ഒരു മോഡൽ എക്സാം. ആ മോഡൽ എക്സാമിന്റെ പേപ്പറിന്റെ അകത്തുനിന്ന് അതായത് 410 ക്വസ്റ്റ്യൻ കൊടുത്തതിൻ്റെ അകത്ത് 140ഓളം ക്വസ്റ്റ്യൻസ് അതിൻ്റെ അകത്തെയാണ് വന്നത്. ടോട്ടൽ ഈ നീറ്റ് എക്സാമിനുള്ളത് 180 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 180 ക്വസ്റ്റ്യൻസ് ഇൻറ്റു 4 മാർക്ക് വെച്ച് 720 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നീറ്റിന് വരുന്നത്. അപ്പോൾ ഈ 140 അതിൻ്റെ അകത്ത് വന്നു എന്നറിഞ്ഞപ്പോൾ ഒരു കാര്യം അങ്ങനെ. ഇനി അത് കഴിഞ്ഞിട്ട് വേറെ അറിഞ്ഞത് ഈ ടെസ്റ്റ് ഈ എക്സാമിന്റെ തലേ ദിവസം, അതായത് മെയ് 3 എക്സാം നടക്കുന്നു, മെയ് 2 വൈകിട്ടും ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒറിജിനൽ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് എന്ന് പറയുന്നു. അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആവുന്നു, പലയിടത്തേക്കും വരുന്നു. ഇപ്പൊ ഈവൻ കേരളത്തിൽ ഒരു കുട്ടിക്ക് കിട്ടിയെന്ന് പറഞ്ഞു. എക്സാക്ട്ലി. രാജസ്ഥാൻ എന്ന് പറഞ്ഞ ഇതിന്റെ ഒരു കേന്ദ്രം എന്താന്ന്, രാജസ്ഥാനിലെ 1-2 സ്ഥലങ്ങളുണ്ട്. അതായത് കോട്ട എന്ന് പറയുന്നത് ഇവിടുത്തെ ഇന്ത്യയിലെ തന്നെ മെഡിക്കൽ ഏത് എൻട്രൻസ് എക്സാമിനേഷനോ, ഇപ്പം നീറ്റ് എക്സാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ JEE നമ്മുടെ ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ മറ്റേ എഞ്ചിനീയറിംഗിന്റെ അതായിക്കോട്ടെ, ഏത് എക്സാമിന്റെ ആണെങ്കിലും എൻട്രൻസ് എക്സാമിനേഷൻസിന്റെ കോച്ചിങ് സെന്റർ ആണ് രാജസ്ഥാനിലെ കോട്ട. അപ്പൊ ആ കോട്ടയിലെ രാജസ്ഥാനിലെ വേറൊരു സ്ഥലം ഉണ്ടായിരുന്നു, അതാണ് സീക്കർ എന്ന് പറഞ്ഞൊരു സ്ഥലം. ആ സീക്കറിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് എന്ത് ചെയ്ത് ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കായി അവിടുന്ന് ഒരു കുട്ടിക്ക്, നമ്മുടെ കേരളത്തിലെ ഒരു കുട്ടിക്ക് കിട്ടുന്നു. ആ കുട്ടി അവിടുത്തെ അവരുടെ അപ്പൻ അവിടെ ഒരു ട്രെയിനിങ് സെന്ററിലെ മറ്റേ ഇത് നടത്തുന്ന ആളാണെന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ ട്രെയിനിങ് കൊടുക്കുന്നതല്ല, അവിടുത്തെ അല്ല ഓഫീസിലും അല്ലായിരുന്നു, കിച്ചൺ നമ്മുടെ ഇത് നടത്തുമല്ലോ, അവിടുത്തെ സ്റ്റാഫായിരുന്നു പറയുന്നത്. പുള്ളിക്ക് അയച്ചു കൊടുക്കുന്നു, പുള്ളി അതെല്ലായിടത്തും സ്പ്രെഡ് ആക്കുന്നു, ക്യാൻറ്റീൻ നടത്തിക്കൊണ്ടിരുന്നത്. മനസ്സിലായി? അപ്പം ഇതേപോലാണ് ഈ ലെവലിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്ക്, ഇവിടെ ഇന്ത്യയിലെ ടോപ്പ് മെഡിക്കൽ കോളേജുകളിലേക്ക് നടക്കുന്ന പരീക്ഷ എത്ര ലാഘവത്തോടെയാണ് ഇവിടുത്തെ സെൻട്രൽ ഗവൺമെന്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഈ പറയുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്നത്. അല്ല, താങ്കളുടെ അഭിപ്രായത്തിൽ ഇപ്പം ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നിരിക്കുന്ന ഒരു പ്രസ് ജീവനക്കാരന്റെ കയ്യിൽ നിന്നാണ് ഇപ്പോഴത്തെ ആരോപണം. ഈ ഒരു പ്രസ് ജീവനക്കാരനെ കൊണ്ട് ഇത്രയും വലിയ രീതിയിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്താൻ പറ്റുമോ? അതോ ഇതിന്റെ പിന്നിലുള്ള ആൾക്കാരെ, ഒരുപക്ഷെ ഈ നീറ്റ് എക്സാം മാതിരിയുള്ള ഡോക്ടറാകുന്ന എക്സാമിന് ആൾക്കാർ കോടികൾ കൊടുക്കാൻ തയ്യാറാണ്. ഇപ്പം അഡ്മിഷൻ ഫീസ് പോലും എനിക്ക് തോന്നുന്ന 1 കോടിക്ക് മുകളിലാണ് പല കോളേജുകളിലും. അത് കിട്ടാൻ വേണ്ടി ഒരു 30-50 കോടി കൊടുക്കാൻ പോലും ആൾക്കാർ തയ്യാറാണ്. അന്നേരം ഒരു മന്ത്രി ലെവലിലുള്ള ആൾക്കാർ പോലും ഇതിൻ്റെ അകത്ത് പങ്കുണ്ടാകാനുള്ള ചാൻസുകൾ ഇല്ല. നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ പറഞ്ഞ പോലെ ഒരു പ്രസ് ജീവനക്കാരനാണ് ഇവിടെ ഈ അയാളെ ബലിയാടാക്കി എന്ന് പറയാനേ മനസ്സിലായി. അത് മനുഷ്യരെ മണ്ടന്മാരാക്കുന്ന ഒരു രീതിയാണ്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഒരു പ്രസ് ജീവനക്കാരനാണ് ഇത് ഇനിഷ്യേറ്റ് ചെയ്തത് എന്ന് പറയാൻ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇത് ഒരു വലിയൊരു ഫോക്കസ്, അതായത് ഈ പറഞ്ഞിരിക്കുന്ന എൻട്രൻസ് എക്സാമിനേഷൻ ഏജൻസികളും അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന അതിന്റെ ടോപ്പ് ലെവലിലുള്ള മന്ത്രിമാരെ വരെ ഇൻവോൾവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഈ എൻട്രൻസ് കോച്ചിങ് സെന്റേഴ്സ് അവർ വരെ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ മാഫിയയുടെ ഒരു കളിയായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ അവിടെ ഞെട്ടിക്കുന്ന വിവരം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞു 2015 മുതൽ ഇങ്ങോട്ടുള്ള ഈ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കിന്റെ കാര്യം പറഞ്ഞു. എന്നിവിടെ അന്വേഷണ ഏജൻസി വെക്കും. ഇത്തവണയും CBI വെച്ചിട്ടുണ്ട്. CBI 12 പേരെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. എന്നിട്ട് നമ്മളൊന്ന് ആലോചിച്ചു, ഇതുവരെ നടന്ന CBIയുടെയോ അല്ലെങ്കിൽ ബാക്കി അന്വേഷണ ഏജൻസികളുടെയോ റിപ്പോർട്ട് പ്രകാരം ആരെ ശിക്ഷിച്ചിട്ടുണ്ട് ഇതുവരെ? അതായത് ഓരോ തവണയും വരുന്നു, എന്തെങ്കിലും പ്രഹസനം നടക്കുന്നു, അന്വേഷണം എന്ന് പറഞ്ഞിട്ട് ജനം മറക്കുന്നു, എല്ലാവരും മറക്കുന്നു, പിന്നെ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കുവാനുള്ള ഒരു ലക്ഷ്യത്തിന്റെ ഭാഗമാണിത് എന്ന് തന്നെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇതിന് എന്തായിരിക്കും ഒരു സൊല്യൂഷൻ പറയാൻ എന്ന് നമുക്ക് പറ്റുന്നുണ്ടോ?
സൊല്യൂഷൻ ഈ പറയുന്ന ഏത് ഏജൻസി എക്സാമിനേഷൻ നടത്തിയാലും അത് ഫുൾ പ്രൂഫായിട്ട് വളരെ സെക്യൂർഡ് ആയിട്ട് തന്നെ നടത്തണം. അതിന് സീരിയസ്നെസ് നടത്തണം. ഇനി ആരെങ്കിലും ഇതിന് തെറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ ആ തെറ്റ് കാണിച്ചവരെ അന്വേഷണ ഏജൻസികൾ കറക്റ്റായിട്ട് പിടിച്ച് അവരെ അറസ്റ്റ് ചെയ്ത് മാതൃകാപരമായി ശിക്ഷിച്ച് ഈ കിരാതമായ പരിപാടി അവസാനിപ്പിക്കണം. കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വിദ്യാർത്ഥികൾ പഠിക്കുന്നത് ഇപ്പൊ 22 ലക്ഷം കുട്ടികളാണ് ഇന്ത്യയിൽ ഈ എക്സാം മെയ് 3-ാം തീയതി എഴുതിയത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ പലർക്കും ഈ നീറ്റ് എക്സാം എന്താണെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് അവരതിനുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ലെന്ന് തോന്നുന്നു. അവർക്ക് പലർക്കും ഈ അവരുടെ കുട്ടികൾ പഠിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നീറ്റ് എക്സാം എന്താണെന്ന് അറിയാം എന്നുള്ളതല്ല പലർക്കും അറിയത്തില്ല. പക്ഷെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത രംഗങ്ങളിലേക്ക് വരേണ്ടത് പാവപ്പെട്ടവന്റെ കുട്ടികളുണ്ട്, അതുപോലെ പണക്കാരന്റെ കുട്ടികളുണ്ട്, എല്ലാ തരത്തിലുള്ള കുട്ടികളും പഠിച്ച് ഡോക്ടറാകാനുള്ള ഒരു അവസരമാണ് ഇത്. അന്നേരം അതിനെയെല്ലാം തകർക്കുന്ന ഒരു കിരാതമായ ഒരു പ്രവൃത്തി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും, അല്ലേ? അതെ, അത് ഉറപ്പായിട്ടും. ഇത് പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും ഏകദേശം അറിവുണ്ട് ഇതിനെക്കുറിച്ച്. ഏതാണ് നീറ്റ് എക്സാം നല്ലതാണ്, നീറ്റ് എക്സാം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ടോപ്പ് മെഡിക്കൽ എക്സാം ആണ് എന്നുള്ള. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കിയല്ലേ, ഈ മാഫിയ ചെയ്യുന്ന കൊലച്ചതി എന്ന് പറയുന്നത്, ഈ പറയുന്ന പാവപ്പെട്ട അപ്പന്മാര് ലക്ഷങ്ങൾ രൂപ വായ്പ എടുത്താണ് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി, എൻട്രൻസിൽ പഠിപ്പിക്കാനാണെങ്കിലും ഈവൻ അമ്മമാര് അവരുടെ ആഭരണങ്ങളും സ്വർണമൊക്കെ വിറ്റിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി വിടുന്നത്. പിള്ളേര് രാപകലില്ലാതെ ഈ എൻട്രൻസ് കോച്ചിങ് നടത്തി ബുദ്ധിമുട്ടുന്ന പിള്ളേരെ അവസാനം അവരെ ചതിക്കുന്നതിന് തുല്യമല്ലേ ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആക്കി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ചാനലുകൾ പോലും ഇതിന്റെ അകത്ത് ഒരു ഭാഗമാക്കല്ലേ എന്ന് നമ്മൾ ആലോചിക്കേണ്ടി വരും. കാരണം ഇന്നിപ്പോ കേരളത്തിലെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള ചാനൽ ചർച്ചകളും അല്ലെങ്കിൽ അതിന്റെ ലീഡേഴ്സിന്റെ വീടുകളുടെ ഫ്രണ്ടിൽ ചാനലുകൾ പോയി ഇരിക്കുന്ന മാതിരി അത്രയും തന്നെ അതിനേക്കാളും 100 ഇരട്ടി, കാരണം ഒരു രാജ്യത്തിന്റെ ഭാവിയെ തന്നെ തകർക്കുന്ന ഒരു വലിയൊരു ക്രൂരകൃത്യമാണ് നടന്നിരിക്കുന്നത്. എന്നിട്ട് ചാനലുകൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ എന്ന് എന്താണ് താങ്കൾക്ക് അതിനെക്കുറിച്ച് തോന്നുന്നത്? അത് നമ്മള് ജനങ്ങളുടെ പ്രശ്നമാണ്. നമുക്ക് പലപ്പോഴും കുറെ സെൻസിറ്റീവ് ന്യൂസുകളെ നമ്മൾ ഈ വൃത്തികെട്ട രാഷ്ട്രീയം അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ആരെയും സിനിമാക്കാരുടെ കാര്യങ്ങളെ ഇതിനൊക്കെയാണ് നമ്മൾ വളരെയേറെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ശരിക്കും ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കണമെങ്കിൽ അതിനു വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിദ്യാഭ്യാസ നയങ്ങൾ അല്ലെങ്കിൽ ആ വിദ്യാഭ്യാസ ഏരിയ നന്നായിട്ട് നടക്കുന്നില്ലാത്തതിനെതിരെ പ്രതികരിക്കണം. ഇവിടുത്തെ ജനങ്ങൾ മുന്നിട്ടിറങ്ങണം. അത് അത്യാവശ്യമായ ഒരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ്. രാജ്യത്തിന്റെ വികസനത്തെ തന്നെ വളരെയധികം സ്വാധീനിക്കുന്ന ഏരിയയാണ് വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസ രംഗം വളരെ സംശുദ്ധമായിരിക്കണം. അവിടെ പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റണം. അവർ പഠിച്ചതിന് അവർക്ക് അതിന്റെ ഫലവത്വം ഉണ്ടാകണം. അതിനെ അവരുടെ ആ ഭാവിയെ തന്നെ തകർക്കുന്ന രീതിയിൽ പണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റ് സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയോ അധികാരികളും ഭരണവർഗവും ചെയ്യുന്ന തെറ്റായ ചെയ്തികൾക്കെതിരെ നാം ഒന്നായി പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയല്ലേ? തീർച്ചയായും. അതിനുവേണ്ടിയുള്ള നമ്മുടെ ഒരു പരിശ്രമമായിരിക്കട്ടെ ഈ ചാനലിലെ ഈ ചർച്ച. ഏവർക്കും നന്ദി, നമസ്കാരം. നമസ്കാരം.